ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ സിയിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ആ പോയിൻറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പോയിൻറ്റേഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇപ്പം ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർ എല്ലാവരും പറയുന്ന ഒരു ആൻസറാണിത്. Pointer is a variable which can store address of another variable. ഇത് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഉത്തരം മാത്രമേ ഡെലിവർ ചെയ്യുള്ളൂ. വാട്ട് ഈസ് പോയിന്റർ? പോയിന്റർ ഇസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഞാനിത് ചിരിച്ചുകൊണ്ട് പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, എന്നും വൈവയ്ക്കിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് വാട്ട് യു മീൻ ബൈ പോയിന്റർ. എത്ര പേരോട് പോയിന്റർ എന്താണെന്ന് ചോദിച്ചാലും എല്ലാവരും ഡെലിവർ ചെയ്യുന്ന സെയിം ആൻസറാണ്, പോയിന്റർ ഇസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ആ പറയുന്നതിൽ എനിക്കൊന്നും പറയാനില്ല. ആ സെൻറ്റൻസ് തന്നാൽ അതിന് ഉത്തരം ഇടാതെ അല്ലെങ്കിൽ മാർക്ക് ഇടാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. പക്ഷേ നമ്മൾ ആ ഡെഫിനീഷൻ അല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യമാണ് അറിയേണ്ടത്. എന്താണ് ഇത് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, സോ പോയിൻറ്റേഴ്സിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പറയും. എക്സ്ട്രാ കാര്യങ്ങളല്ല, ആക്ച്വലി അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ആ സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഒന്നും ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് അപ്പം ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ആപ്റ്റ് ടൈമാണ് ആ കണ്ടൻസ് ഡെലിവർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ പോയിൻറ്റേഴ്സിലേക്ക് കടക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. സോ ഇപ്പം നമുക്കറിയാം വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാനും ആ ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാനും ഒക്കെ നമുക്കറിയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇൻറ്റീജർ ഡേറ്റ ടൈപ്പിൽ. ഓക്കെ, സോ ഇപ്പം നമുക്കറിയാം ഇൻറ്റ് എ എന്ന് നമ്മൾ കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ അതിൻ്റെ ടൈപ്പാണ് ഇൻറ്റീജർ. അതിനുശേഷം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ കൊടുക്കുക, എ ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ എ എന്ന് പറയുന്ന വേരിയബിളിന് ഞാൻ 5 എന്നുള്ള വാല്യൂവിനെ അസൈൻ ചെയ്തു. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്തത്. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. സോ ഇൻറ്റ് എ നമ്മൾ പ്രോഗ്രാം എഴുതി, പ്രോഗ്രാമിൻ്റെ വോയിഡ് മെയിൻ കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന ഫസ്റ്റ് സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതുവരെ ആരും അത് ചോദിച്ച് കണ്ടില്ല. നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഇൻറ്റ് എ എന്ന് എഴുതുമ്പോൾ എന്താ മിസ്സേ സംഭവിക്കുന്നത്? ആരും ചോദിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ബ്രൈറ്റായിട്ട് അറിയുന്നത് കൊണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. സോ വാട്ട് എവർ, സംഭവിക്കുന്നത് ഇതാണ്. എല്ലാ ഡേറ്റ ടൈപ്സിനും ഇപ്പം നമുക്ക് പരിചയമായിട്ടുള്ള കുറച്ച് ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്, അതുപോലെ ക്യാർ എന്നുള്ള ഡേറ്റ ടൈപ്പ് ഇപ്പം നമുക്കറിയാം, അതുപോലെ ഫ്ലോട്ട് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് നമുക്കറിയാം. ഇത്രയും ഡേറ്റ ടൈപ്സ് ഉറപ്പായിട്ടും നമ്മൾ പ്രോഗ്രാംസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പറയാനുള്ള പോയിന്റ് ഇതാണ്. ക്യാർ ആണെങ്കിൽ നമുക്കറിയുന്ന 3 ഡേറ്റ ടൈപ്പിനെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ക്യാർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ സിസ്റ്റം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ബൈറ്റ് സ്പേസ് ആ പറയുന്ന വേരിയബിളിന് വേണ്ടി മാറ്റിവെക്കും. ഇപ്പോൾ ഇൻറ്റ് എ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഇൻറ്റ് എ എന്ന് എഴുതി എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? സിസ്റ്റത്തിൻ്റെ മെമ്മറിയാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നിങ്ങൾ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റലിലൊക്കെ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. സിസ്റ്റത്തിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരോ സെൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് 1000, ഇത് 1002, 1004,
1006, 1008, 1010 ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുക. ഇത് ഈ മെമ്മറി എന്ന് പറഞ്ഞാൽ ഓരോരോ സെൽസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ് മെമ്മറി. ഓക്കെ, നമ്മൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഡേറ്റ ടൈപ്പിനെ ഫസ്റ്റ് അത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇൻറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റ് ആണെങ്കിൽ സിസ്റ്റം 2 ബൈറ്റ് മെമ്മറീനെ അത് മാറ്റിവെക്കും. ഓക്കെ, 2 ബൈറ്റ് മെമ്മറീനെ. സോ ഇവിടെ നോക്കുക. സോ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പൊസിഷനെ അത് അലോട്ട് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടി അലോട്ട് ചെയ്ത് വെക്കും? ഈ വേരിയബിളിന് വേണ്ടിയിട്ടാണ് ആ സ്പേസ് മാറ്റി വെക്കുന്നത്. മനസ്സിലായോ? സോ ആ വേരിയബിളിന് വേണ്ടി ഈ സ്പേസ് മാറ്റി വെച്ചു. ഇനി പ്രോഗ്രാമിൽ നമ്മൾ എഴുതുവാണ് a = 5 എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യുന്നറിയോ? ആ എയുടെ വാല്യൂ, ദാറ്റ് ഈസ് 5 എന്നുള്ള വാല്യൂനെ എക്ക് വേണ്ടി മാറ്റി വെച്ച സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. അതായത് ഈ സ്പേസിൽ 5 എന്നുള്ള വാല്യൂനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി വേറൊരു കേസ് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറയുകയാണ് char a. ഇപ്പം നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആണ്. ഓക്കെ, ക്യാരക്ടർ ആണ് എങ്കിൽ സിസ്റ്റം അതിനു വേണ്ടി അലോട്ട് ചെയ്യുന്നത് 1 ബൈറ്റ് മെമ്മറീനെയാണ്. അതായത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാർ എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് മെമ്മറിയാണ്. സോ എന്ത് സംഭവിക്കും? ഇവിടെ ഞാൻ 1 ബൈറ്റ് ആഡ് ചെയ്യുന്നു, 1011. അപ്പം എന്ത് പറ്റും? ക്യാർ എ എന്ന് എഴുതിയാൽ സിസ്റ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെയാണ് ഒരു ബൈറ്റ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 1 ബൈറ്റ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഉടനെ പോയിട്ട് ആ സ്ഥലത്തിന് നിങ്ങൾ എന്ത് വേരിയബിളിൻ്റെ പേരാണോ കൊടുത്തത് ആ പേര് അവിടെ അസൈൻ ചെയ്ത് വെക്കും. അതിനുശേഷം ചിലപ്പോൾ പ്രോഗ്രാമിൽ നിങ്ങൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, a = s എന്നായിരിക്കും ചിലപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ a എന്ന് പറയുന്ന ക്യാരക്ടറിന് s എന്നുള്ള വാല്യൂ അതിനുള്ള സ്പേസിൻ്റെ അകത്ത് റൈറ്റ് ചെയ്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയുമ്പോൾ വളരെ ഈസിയാണല്ലേ. നമ്മളൊരു പറയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിന് 5 എന്നുള്ള വാല്യൂ വെച്ച് ഇനീഷ്യലൈസേഷൻ കൊടുത്തു. പറയുമ്പോൾ സോ സിമ്പിൾ. പക്ഷേ അതിൻ്റെ ബാക്കിൽ സംഭവിക്കുന്നത് ഏത് ഡേറ്റ ടൈപ്പ് ആണോ അതിന് എത്ര മെമ്മറിയാണ് എന്നുള്ളത് ഓൾറെഡി സെറ്റാണ്. ഓക്കെ, കമ്പൈലർ ടു കമ്പൈലർ ഡിഫറൻസ് ഉണ്ടാവും. എന്നാൽ പോലും ഓൾറെഡി ഇൻറ്റീജറിന് 2 ബൈറ്റ്സ്, ഫ്ലോട്ടിന് 4 ബൈറ്റ്സ്, ക്യാരക്ടറിന് 1 ബൈറ്റ്, ഇനിയുണ്ട് ഡേറ്റ ടൈപ്സ് ഇനിയുണ്ട്. സോ അത് ഓൾറെഡി സെറ്റാണ്. സോ നിങ്ങളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ആ ഇൻറ്റിജർ ആണ് ഡേറ്റ ടൈപ്പെങ്കിൽ അതിന് വേണ്ടുന്ന മെമ്മറീനെ ആദ്യം അതങ്ങ് മാറ്റിവെക്കും. അതിനുശേഷം ആ മാറ്റിവെച്ച സ്ഥലത്തിന് നിങ്ങൾ പറയുന്ന പേര്, വേരിയബിളിൻ്റെ പേരെന്താണോ ആ പേര് അവിടെ അസൈൻ ചെയ്യും. സോ ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ ഇൻറ്റ് എ ആണ്, ഇൻറ്റീജറിന് 2 ബൈറ്റ്സ് ആണ്. സോ ഇവിടെ 1000, 1002, ഇവിടെ 2 ബൈറ്റ്സ് ഉണ്ട്. അതങ്ങ് റിസർവ് ചെയ്തു. അതിനുശേഷം ആ റിസർവ് ചെയ്ത സ്ഥലത്തിന് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പേര് കൊണ്ടുപോയി അങ്ങ് വെക്കും. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾ ഈ എക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യുന്നത് അപ്പോൾ അത് ഈ മെമ്മറി സ്പേസിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ക്ലിയർ? സോ ഇതാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വിചാരിക്കും എന്തിനാണ് മിസ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതെന്നുള്ളത്. എന്താണ് എന്നുള്ളത്, പോയിന്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസെപ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മെൻഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയും വാട്ട് യു മീൻ ബൈ എ പോയിന്റർ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയും അതുപോലെ എന്
5 എന്നുള്ള വാല്യൂ വെച്ച് ഇനീഷ്യലൈസേഷൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയാൻ പോകുവാണ് എന്താണ് ഒരു പോയിന്റർ, എന്താണ് ഒരു പോയിന്റർ, അതുപോലെ എങ്ങനെയാണ് ഒരു പോയിന്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ പോയിന്ററിന് ഓൾറെഡി ഞാൻ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോയിന്റർ ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഞാനത് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല, എക്സ്പ്ലനേഷൻ ദാ ഇപ്പം തരാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഓൾറെഡി ഉള്ള സാധനം തന്നെയാണ്, അതിൽ എന്തോ ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ ഡിറൈവ്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, സോ എന്താണ് പോയിന്റർ? നമ്മൾ പറഞ്ഞു പോയിന്റർ ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഇത് നമ്മൾ പല വട്ടം പറയും, ബോറായിട്ട് തോന്നണ്ട. കാര്യം ചോദിച്ചാൽ ഇതേ സെൻറ്റൻസ് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് പോയിന്റർ തന്നെയും പിന്നെയും പറയുന്നത്. പോയിന്റർ ഈസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഓക്കെ, സോ എന്തൊരു സാധനം പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഡിക്ലറേഷനാണ് ഫസ്റ്റ് പഠിക്കുന്നത്. സോ പോയിന്ററിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. ഇൻറ്റ് സ്റ്റാർ പി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റ് സ്റ്റാർ പി നമ്മൾ ഇതുവരെ എന്താ ചെയ്തത്? ഒരുപക്ഷെ ഇൻറ്റ് പി എന്ന് എഴുതിയിട്ടുണ്ടാകും, ഇൻറ്റ് എ എന്ന് എഴുതിയിട്ടുണ്ടാകും, അങ്ങനെ പലതും എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കൽ പോലും ആ വേരിയബിളിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ആസ്ട്രിക്സ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇഫ് you are using an asterisk symbol before the variable name, then that variable will be a pointer. എന്താണ് പറഞ്ഞത്? ഒരു വേരിയബിൾ നിങ്ങൾ എഴുതുമ്പോൾ ആ വേരിയബിളിൻ്റെ മുന്നിൽ നിങ്ങളൊരു ആസ്ട്രിക്സ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് പോയിന്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ എന്താണ് പോയിന്റർ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പോയിന്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇൻറ്റ് എ, ഇപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംഭവം. പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്, എ എന്ന് പറയുന്നത് ഒരു നോർമൽ ഇൻറ്റീജർ ആയിട്ടുള്ള വേരിയബിൾ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ഇൻറ്റ് എ എന്ന് എഴുതുമ്പോൾ തന്നെ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ആദ്യം അതിൻ്റെ ഡേറ്റ ടൈപ്പിലേക്കാണ് നോക്കുന്നത്, ഇൻറ്റ് ആണ്. സോ 2 ബൈറ്റ്സ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ അവൈലബിൾ ആകുന്ന സ്ഥലത്തേക്ക് അത് പോകും. സോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇവിടെ എനിക്കൊരു 2 ബൈറ്റ്സ് അവൈലബിൾ ആണ്. സോ ഈ സ്പേസ് എക്ക് വേണ്ടി മാറ്റിവെക്കും. ആ സ്പേസിനെ എ എന്ന് പറഞ്ഞ് പേര് എഴുതുകയും ചെയ്യും. അതിനുശേഷം ഞാനിപ്പോൾ എ ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ആ എക്ക് വേണ്ടി അലോട്ട് ചെയ്ത സ്പേസിൽ 5 എന്നുള്ള വാല്യൂവിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇത് ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മൾ എന്താണ് പോയിന്റർ എന്ന് പറയാൻ പോകുന്നത്. പോയിന്റർ എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങൾക്ക് ഈ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് വേണമെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടെ എ എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ നെയിമാണ്. അതുപോലെ ഇവിടെ 5 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ വേരിയബിൾ ആണ്. അതുപോലെ 1000 എന്ന് നമ്മളിവിടെ പറയുന്നത് അഡ്രസ് ഓഫ് ദ വേരിയബിൾ ആണ്. അഡ്രസ് ഓഫ് ദ വേരിയബിൾ എ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? എ എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ പേരാണ്.
അതുപോലെ 5 എന്ന് പറഞ്ഞാൽ ആ എയ്ക്ക് ഉള്ള വാല്യൂ ആണ്. 1000 എന്ന് പറഞ്ഞാൽ ആ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, എന്താണ് പോയിന്റർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് വേണം എന്ന് വിചാരിക്കുക. വാല്യൂ അല്ല പറയുന്നത്, അഡ്രസ്സ് വേണമെങ്കിൽ ആ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേരിയബിളാണ് ഈ പറയുന്ന പോയിന്റർ. എന്താ പറഞ്ഞത്? എനിക്ക് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എനിക്ക് വേണം. ഓക്കെ, എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു വേരിയബിളാണ് ഈ പറയുന്ന പോയിന്റർ, ഈ പറയുന്ന പി എന്നുള്ള പോയിന്റർ. സോ അതുകൊണ്ടാണ് പോയിന്ററിന് നമ്മൾ ഡെഫിനേഷൻ പറയുന്നത്. പോയിന്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേരിയബിൾ. ഇവിടെ പി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, അതൊരു പോയിന്റർ ആണ്. ഇറ്റ്സ് എ പോയിന്റർ അല്ലെങ്കിൽ ഇറ്റ്സ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ, ഈ കേസിൽ അഡ്രസ് ഓഫ് എ അല്ലെങ്കിൽ എയുടെ അഡ്രസ്സിനെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്ററാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റർ. ഓക്കെ, സോ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോയിന്റർ എന്ന് പറഞ്ഞാൽ അതൊരു വേരിയബിൾ തന്നെയാണേ, അതിന് വേറെ ഒരു വ്യത്യാസവും ഇല്ല. പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ തന്നെയാണ്. പക്ഷേ ആ വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഏതൊരു വേരിയബിളിനും ഒരു വാല്യൂനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം നമ്മൾ s is equal to 0, I equal to 0, count equal to 0, അങ്ങനെ പല പല ഇനീഷ്യലൈസേഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ പറയുന്ന വേരിയബിൾസിനൊക്കെ സാധാരണ വാല്യൂനെ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പോയിന്റർ അതല്ല. പോയിന്ററിന് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിന്റർ എന്ന് പറയുന്നത്. മേക്ക് ദ പോയിന്റ് ക്ലിയർ. പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ തന്നെയാണ്. പക്ഷേ ആ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതെന്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു ഇൻറ്റ് സ്റ്റാർ പി എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇവിടെ പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പോൾ ഇങ്ങനെയൊന്നും എഴുതി വെച്ചാൽ ആ പി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അഡ്രസ്സ് വരില്ല എയുടെ. സോ എയുടെ അഡ്രസ്സിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പി ഇസ് ഈക്വൽ ടു ആംപേഴ്സൻറ്റ് എ. പി ഇസ് ഈക്വൽ ടു ആംപേഴ്സൻറ്റ് എ എന്ന് പറഞ്ഞ് നിങ്ങൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പി പിന്നെ ഹോൾഡ് ചെയ്യുന്നത് എയുടെ അഡ്രസ്സിനെ ആയിരിക്കും. അതായത് ഇവിടെ എയുടെ അഡ്രസ്സ് 1000 ആണെങ്കിൽ 1000 എന്നുള്ള അഡ്രസ്സ് ആയിരിക്കും ഈ പി എന്ന് പറയുന്ന വേരിയബിൾ ഹോൾഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേരിയബിൾ ആണ്. വേറൊരു വേരിയബിളിൻ്റെ അഡ്രസ്സിനെ അത് സ്റ്റോർ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറയുന്നു എങ്ങനെയാണ് വേറെ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ആംപേഴ്സൻറ്റ് എന്നുള്ള സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ എയുടെ അഡ്രസ്സിനെ പിയിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ പ്രിന്റ് എഫ് അഡ്രസ് ഓഫ് എ ഈസ് %d p എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിച്ചാൽ പ്രിന്റ് ആവുന്ന വാല്യൂ
1000 എന്നുള്ളതായിരിക്കും. മനസ്സിലാവുന്നോ? സോ നമുക്ക് അഡ്രസ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആംപേഴ്സൻറ്റ് എന്നുള്ള സിമ്പിൾ നമ്മൾ യൂസ് ചെയ്താൽ മതി. ആ ആംപേഴ്സൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ല എങ്കിൽ അത് എറർ അടിക്കും. മനസ്സിലായോ? ഇവിടെ ഞാൻ പോയിന്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ ഏതാണ്? പി ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ കണ്ണും പൂട്ടി പി ഇസ് ഈക്വൽ ടു ആംപേഴ്സൻറ്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. സോ ദാറ്റ് എയുടെ അഡ്രസ്സ് പിയിലേക്ക് അസൈൻ ചെയ്യും. ക്ലിയർ? സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ വിച്ച് സ്റ്റോർസ് അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് പിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. അവിടെ പീനെ നമ്മൾ പറയുന്നതാണ് പോയിന്റർ എന്നുള്ള പേരിൽ. മനസ്സിലാവുന്നോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. ഓക്കെ, ഇനി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. പി ഇസ് ഈക്വൽ ടു ആസ്ട്രിക് എ. സോറി, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. എ ഇസ് ഈക്വൽ ടു സ്റ്റാർ പി. സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ പിയുടെ ഉള്ളിൽ എന്താണുള്ളത്? പിയുടെ ഉള്ളിലുള്ളത് എയുടെ അഡ്രസ്സാണ്. ഓക്കെ, സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ അത് അഡ്രസ്സിനെ നോക്കും. അതായത് ഇപ്പം നിൽക്കുന്ന 1000 എന്നുള്ള അഡ്രസ്സിനെ നോക്കും. ആ 1000ൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂ എന്താണോ, ഉള്ളിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അതിനെ ഈ പറയുന്ന എയിലേക്ക് അസൈൻ ചെയ്യും. സോ ഒന്നും കൂടെ പറയുന്നു, നമ്മൾ പോയിന്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആംപേഴ്സൻറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്ററും അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആംപേഴ്സൻറ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്നത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സിനെ ആയിരിക്കും. അല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്റ്റാർ ആണെങ്കിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇത് തെറ്റിപ്പോവരുത്. ആംപേഴ്സൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ആണ്, അതുപോലെ തന്നെ ആസ്ട്രിക് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദ വേരിയബിൾ ആയിരിക്കും. സോ ഇതാണ് നമുക്ക് പോയിന്റർ എന്നുള്ള കോൺസെപ്റ്റിൽ പറയാൻ വേണ്ടിയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്. അതായത് ഈ ആസ്ട്രിക്കിനെ, ഒരു സെക്കൻഡ്, ഈ ആസ്ട്രിക് സിമ്പിളിനെ, അതായത് ഈ സ്റ്റാർ സിമ്പിളിനെ നമ്മൾ രണ്ട് പേരുകൾ പറയാറുണ്ട്. ഒന്ന് നമ്മൾ പറയുന്നത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ, എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയാറുണ്ട്. സ്റ്റാറിന്, അതായത് നമുക്ക് വാല്യൂ തരുന്ന ഓപ്പറേറ്റർ ആണ് സ്റ്റാർ. ആംപേഴ്സൻറ്റ് നമുക്ക് തരുന്നത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സിനെയാണ്. ഓക്കെ,
സോ ഈ വാല്യൂ തരുന്ന ഈ ആസ്ട്രിക് സിമ്പിളിനെ നമ്മൾ പറയുന്ന രണ്ട് പേരുകളാണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പറയും ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ പോയിന്റർ എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാര്യം സീനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആംപേഴ്സൻറ്റും ആസ്ട്രിക്കും മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കുന്നുണ്ട്. പോയിന്ററിൻ്റെ കളിയാണ് അതിനകത്ത്. ഓക്കെ, സോ പോയിന്റർ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ ആ പേപ്പർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ സപ്ലി അടിക്കുന്ന ഒരു പേപ്പറാണ്. സോ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന ലെക്ചർ നോട്ട്സ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക. അതിനുശേഷം കോളിലേക്ക് റീജോയിൻ ചെയ്യുക. നമ്മൾ ഇപ്പം തന്നെ ലൈവായിട്ട് പോയിന്റർ ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, സോ നിങ്ങൾക്കത് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും.